ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അച്ഛനോടും അമ്മയോടും അഖിലിനോടും വഴക്കിട്ട് നീതു കിളിക്കൂട്ടിലേക്ക് വരികയും ഇനി വീട്ടിലേക്ക് പോകില്ല എന്നും പറഞ്ഞിരിക്കുകയുമാണ്. സുധീഷ് ഹരീഷിന്റെയും നീതുവിന്റെയും വിവാഹം നടത്താമെന്ന് പറയുമ്പോൾ സുധീഷിനെ മാറ്റി നിർത്തി സുഭാഷ് ഏട്ടന് വിവാഹം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുകയാണ് ഹരീഷ്. വിവാഹം കഴിയാതെ നീതുവിനെ കിളിക്കൂട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഹരീഷ് നീതുവിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയും നീതുവിനെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് ശേഷം നമ്മുടെ കല്യാണം നടത്താമെന്നും പറയുകയാണ് ഹരീഷ്. ഹരീഷിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ നീതു വീട്ടിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിക്കുന്നു. ചേട്ടൻ ഫോൺ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതിനാൽ തനിക്കൊരു ഫോൺ വാങ്ങിച്ചു തരണമെന്ന് നീതു ഹരീഷിനോട് ആവശ്യപ്പെടുകയാണ്. ഹരീഷ് സന്തോഷത്തോടുകൂടി നീതുവിന് ഒരു ഫോണും വാങ്ങിക്കൊടുത്ത് ബൈക്കിൽ നീതുവിനെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. തുടർന്ന് നീതുവിനെയും കൂട്ടി ഹരീഷ് എങ്ങോട്ടാണ് പോയതെന്നറിയാതെ ടെൻഷനോട് കൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുധീഷ്. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, അവര് പോയിട്ട് ഒരുപാട് നേരമായല്ലോ, ഇതുവരെ അവര് തിരിച്ചു വന്നില്ല. അപ്പൊ സുഭാഷ് പറയുന്ന, അവരിങ്ങി വരും, നീ ടെൻഷൻ ആകാതെ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടൻ എന്താ ഈ പറയുന്നത്? അവരെന്ത് തീരുമാനം എടുത്തെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റൂ. ഒരുപക്ഷെ അവര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അത് നമ്മളെ അറിയിക്കണ്ടേ? പറഞ്ഞ ഉടനെ കല്യാണം നടത്താൻ പറ്റുമോ? ഇത് കേട്ട് നിധി പറയുകയാണ്, ഓ, ഒരുപാട് കല്യാണം നടത്തിയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, പോയി അവിടെ ഇരിക്കും സുധീഷേ. ഇത് കേട്ട് സുധീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ നിധി പറയുകയാണ്, അവര് സംസാരിക്കാനല്ലേ പോയിരിക്കുന്നത്, അവർ സംസാരിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. സുധീഷ് പറയുകയാണ്, ഹരീഷ് നമ്മളോട് തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണ്, ആ നീതുവിനോട് അവൻ എന്തായിരിക്കും സംസാരിക്കുക? അപ്പൊ നികേഷ് പറയുകയാണ്, ഇനിയും പോകുന്ന വഴിയില് നീതുവിന്റെ ചേട്ടൻ കണ്ട് നീതുവിനെ തല്ലി പിടിച്ചു വരച്ചു കൊണ്ടുപോയി കാണുമോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നീ പറഞ്ഞതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇത്ര പെട്ടെന്ന് നീതുവിന്റെ ചേട്ടൻ അന്വേഷിച്ചു വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ വന്നാലും ഹരീഷിനെ അടിച്ചിട്ട് നീതുവിനെ കൊണ്ടുപോകാനൊന്നും അവന് പറ്റില്ല. അപ്പൊ നികേഷ് പറയുകയാണ്, ഒരുപക്ഷെ അവിടെ അടി ഉണ്ടായി കാണുമോ? ഹരീഷ് ഏട്ടൻ ആ അഖിലിനെ തല്ലുകയായിരിക്കുമോ? ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, എടാ നികേഷ്, നീ മിണ്ടാതിരിക്കുക, മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞോളൂ. അപ്പൊ നിധി പറയുകയാണ്, നികേഷ്, നീ കുറച്ചുനേരം മിണ്ടാതിരിക്കുക. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, ശരി, ഞാനൊന്നും സംസാരിക്കുന്നില്ല ഏട്ടത്തി. അപ്പൊ നിധി പറയുകയാണ്, നികേഷ്, ഹരീഷിനെ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കുക. ഇത് കേട്ട് നികേഷ് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, ഹരീഷ് ഏട്ടാ, പ്രശ്നമൊന്നുമില്ലല്ലോ, വഴക്കെന്തെങ്കിലും ഉണ്ടായോ? ശരി ഹരീഷ് ഏട്ടാ. അങ്ങനെ നികേഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, അവൻ എന്താ പറഞ്ഞത്? അപ്പൊ നികേഷ് പറയുകയാണ്, ഹരീഷ് ഏട്ടൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്, അവരെന്താ തീരുമാനിച്ചതെന്ന് ചോദിക്കണ്ടായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചാ പോരെ? അപ്പൊ സുധീഷ് പറയണ, അതുവരെ വെയിറ്റ് ചെയ്തിരിക്കണ്ടേ, നല്ല ടെൻഷൻ ഉണ്ട്. അപ്പൊ ദിതി പറയണ, സുധീഷ് ഒന്നും മിണ്ടാതിരിക്കോ? ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയണ, എന്റെ വായടപ്പിക്കാൻ മിടിക്കുകയാണല്ലോ. അപ്പൊ സുഭാഷ് പറയുന്നു, സുധീഷ്, അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് അവരുടെ കല്യാണം നടത്താം. ഹരീഷിന് നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. ഇത് കേട്ട് സുധീഷ് പറയണ, അങ്ങനെ പറ സുഭാഷേട്ടാ, അവരിങ്ങി വരട്ടെ. തുടർന്ന് അടുത്ത് താമസിക്കുന്നവരൊക്കെ വന്ന് നീതുവിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അഖിലും നീതുവിന്റെ അമ്മയും എല്ലാം അവരോട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നു. നാട്ടുകാരെല്ലാവരും വീടിന് ചുറ്റും കൂടുന്നു. തുടർന്ന് ഹരീഷിന്റെ ഒപ്പം ബൈക്കിൽ വീടിന്റെ അരികിലേക്ക് വന്ന നീതു ഹരീഷിനോട് പറയുന്നു, ഹരീഷെ, എന്നെ ഇവിടെ വിട്ടാ മതി. അങ്ങനെ നീതു ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, നീ എന്താ ഇവിടെ ഇറങ്ങിയേ? അപ്പൊ ബാഗ് എടുത്ത് നീതു പറയുന്നു, ഇനി ഞാൻ തരിച്ചു വെക്കോളാം, ഹരീഷ് വെക്കോ? അപ്പൊ ഹരീഷ് പറയണ, എനിക്ക് നിന്നെ വീട്ടിലാക്കാൻ പേടിയുണ്ട്. ഇത് കേട്ട് നീതു ചോദിക്കണ, പേടിയുണ്ടെങ്കിൽ എന്നെ വീണ്ടും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോയി കല്യാണം കഴിച്ചാലോ? ഇത് കേട്ട് ഹരീഷ് പറയണ, ഇപ്പൊ അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ നീതു? ഇത് കേട്ട് നീതു പറയണ, അത് എനിക്കും അറിയാം ഹരീഷെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പൊ ഹരീഷ് പറയണ, നിന്നെ ഞാൻ ഹോസ്റ്റലിലാക്കട്ടെ, ഞാനല്ലേ ഏർപ്പാടുകളും ചെയ്യാം. ഇത് കേട്ട് നീതു പറയണ, അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. ഹരീഷ് പറയുന്നു, നിന്റെ വീട്ടിൽ അവരെല്ലാവരും നിന്നെ തല്ലില്ലേ? ദേഷ്യത്തിൽ വീട് വിട്ട് ഇറങ്ങി വന്നതല്ലേ? ദേ നോക്ക്, വീടിന്റെ വാതുക്കൽ കൂട്ടമായിട്ട് നാട്ടുകാരിൽ നിന്ന് സംസാരിക്കുന്നത്. അവരിലൊരാൾ പറയുന്നു, അമ്മയും ചേട്ടനും അവളെ ടോർച്ചർ ചെയ്തത് കൊണ്ടാ അവൾ ഇറങ്ങിപ്പോയത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇപ്പൊ നീ വീട്ടിലേക്ക് ചെന്നാൽ എല്ലാവരും നല്ല ദേഷ്യത്തിലായിരിക്കും, നിന്നെ അവര് ഒരുപാട് തല്ലും. ഇത് കേട്ട് നിധി പറയുകയാണ്, ഞാൻ അടി വാങ്ങി ഇപ്പൊ എനിക്ക് അടി പ്രശ്നമേ അല്ല ഹരീഷ്, അവരെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം. നീ എനിക്ക് ഫോൺ വാങ്ങി തന്നില്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, എന്നാലും എനിക്ക് പേടിയുണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കണ, ഹരീഷേ, ഈ നീതുവിനെ ഓർത്താണോ നീ പേടിക്കുന്നത്? ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് ചെല്ലുന്നതോർത്ത് അവര് വേണം പേടിക്കാൻ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? എന്നെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കി വിടുമോ? അപ്പൊ ഹരീഷ് പറയണ, ഇവിടെ നിർത്തിയാൽ മതി, ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നീതു പറയണ, അപ്പൊ അങ്ങനെ പറഞ്ഞു, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുവാ നീ എന്നെ വീടിന്റെ മുന്നിൽ കൊണ്ട് ഇറക്കി വിടണമെന്ന്. എങ്കിൽ ശരിയെന്ന് ഹരീഷ് പറയുമ്പോൾ നീ വാന്നും പറഞ്ഞ് നീതു ബൈക്കിലേക്ക് കയറുകയാണ്. ഹരീഷിനെ കെട്ടിപ്പിടിച്ച് ബൈക്കിലിരിക്കുകയാണ് നീതു. വീടിന്റെ മുന്നിലേക്ക് ഹരീഷ് ബൈക്ക് കൊണ്ട് നിർത്തുമ്പോൾ നാട്ടുകാർ പറയുന്നു, ദേ അവള് വന്നു, കൂടെ ആ ചെറുക്കനും ഉണ്ടല്ലോ, ഇവന്റെ കൂടെയാണോ ഇറങ്ങിപ്പോയത്? നീതുവിന്റെ അച്ഛനും അമ്മയും അഖിലും എല്ലാം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ബൈക്കിൽ നിന്നും ഇറങ്ങിയ നീതു ചോദിക്കുന്നു, എന്താ എല്ലാവരും കൂട്ടമായിട്ട് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? നിങ്ങൾക്ക് വീട്ടിൽ വേറെ ജോലിയൊന്നും ഇല്ലേ? അപ്പൊ ഒരു ചേച്ചി പറയുകയാണ്, നീ ഒളിച്ചോടി പോയി എന്നറിഞ്ഞോ? അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നീതു പറയുകയാണ്, ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടി പോയില്ല, എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ, കണ്ടു, ഇപ്പൊ അവൻ തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഇതിനെന്തിനാ നിങ്ങൾ എല്ലാവരും എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? ഞങ്ങൾ
ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ എല്ലാവരും പോകാൻ നോക്ക്. ശരി ഹരീഷേ, നീ പൊയ്ക്കോ. ഇതാന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് നീതുവിന്റെ കയ്യിലേക്ക് കൊടുത്ത് ദേഷ്യത്തോടു കൂടി നീതുവിന്റെ അച്ഛനെ അമ്മയും അഖിലിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ് പറയുന്നു, ദേ നോക്ക്, നീതുവിനെ അടിച്ചാലും വഴക്ക് പറഞ്ഞാലും ആരും വരില്ലാന്ന് വിചാരിക്കരുത്. ഞാൻ വരും, ഞാൻ ചോദിക്കും. അങ്ങനെ നീതുവിനെ ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഹരീഷ്. ഇത് കണ്ട് വളരെ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് അഖിലും അമ്മയും നീതുവിന്റെ അച്ഛനും. നീതു ബാഗും എടുത്ത് അകത്തേക്ക് കയറി വരുമ്പോൾ അഖിൽ പറയുന്നു, നിക്കടി അവിടെ, എന്ത് ധൈര്യത്തിലാ നീ വീട്ടിലേക്ക് കയറി വന്നേ? ഇത് കേട്ട് നീതു പറയുകയാണ്, എന്താ ഞാൻ പോയാൽ എന്റെ അച്ഛന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചോ? ഇത് കേട്ട് അഖിൽ പറയുകയാണ്, അതെ, അയാള് സ്വത്തുണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ, വാടക കൊടുക്കാൻ കഷ്ടപ്പെടുക, അപ്പോഴാ സ്വത്ത്. അമ്മ ചോദിക്കുന്നു, എന്തിനാടി തിരിച്ചു വന്നത്? ഞങ്ങളെ അപമാനിച്ചത് പോരാഞ്ഞ് വീണ്ടും അവന്റെ കൂടെ ബൈക്കിൽ വന്നിറങ്ങിയിരിക്കുന്നു. നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? ഇറങ്ങിപ്പോയതല്ലേ, ഇപ്പൊ അവൻ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു. മനസ്സിലായല്ലോ അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ഇത് കേട്ട് നീതു പറയുകയാണ്, ഹരീഷ് എന്നെ കൊണ്ടുവന്ന് വിട്ടൊന്നുമല്ല, ഞാൻ തന്നെ തിരിച്ചു വന്നതാ. ഞാൻ പോയാൽ നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാ വന്നത്. അത് തെറ്റായിപ്പോയി. ഞാൻ തിരിച്ചു വന്നതുകൊണ്ടാ പുറത്തു നിന്ന് നാട്ടുകാരെല്ലാവരും തിരിച്ചു പോയത്. ഇല്ലെങ്കിൽ അവരോട് എന്തു മറുപടി പറയുമായിരുന്നു? ഞാൻ സംസാരിച്ചത് കൊണ്ടാ അതുങ്ങളെല്ലാം പോയത്. അല്ലെങ്കിൽ രാത്രി വരെ ഇവിടെ തന്നെ നിന്നേനെ. എല്ലാവരും മോൾ എവിടെ പോയി, മോൾ എവിടെ പോയി എന്ന് ചോദിക്കും. അതിന് നിങ്ങൾ എന്ത് മറുപടി പറയും? ഇത് കേട്ട അഖില് പറയുകയാണ്, ആരെങ്കിലും ചോദിച്ചാൽ നീ ചത്തുപോയെന്ന് പറയും. അമ്മ ചോദിക്കുന്നു, ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയാണോ അവനെ കെട്ടിപ്പിടിച്ചോണ്ട് ബൈക്കിൽ വന്നിറങ്ങിയത്? നീ എന്താടി പറഞ്ഞത്? ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നു. ശരിക്കും നീ അതിനാണോടി പോയത്? അവനെ കെട്ടിപ്പിടിച്ചോണ്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ? നിനക്കങ്ങ് പൊയ്ക്കൂടായിരുന്നോ? 2 ദിവസം വിഷമിച്ചിരുന്നാലും അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ജോലി നോക്കി പോയേനെ. തിരിച്ചു വന്ന എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തുകയല്ലായിരുന്നോ നീ? ഇത് പറയുന്നു, എനിക്ക് ഈ വീട്ടിലേക്ക് വരണമെന്ന ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ഹരീഷ പറഞ്ഞത് അച്ഛനും അമ്മയും പാവങ്ങളല്ലേ, നീ ഇങ്ങനെ ഇറങ്ങി വന്നാൽ അവർക്ക് നാണക്കേടാകുമെന്ന്. അങ്ങനെ അവൻ എന്നെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടാക്കിയതാ. ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല. ഞാൻ ഹരീഷിനെ പ്രണയിക്കുന്നു, ഹരീഷ് എന്നെ പ്രണയിക്കുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങൾ കല്യാണം കഴിക്കും. ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു, കല്യാണം കഴിക്കുമെന്നോ? അത് കാണാതിരിക്കാൻ വേണ്ടിയല്ലടി നീ ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തടയാതെ പൊക്കിയോട്ടെന്ന് കരുതിയത്. ഇപ്പൊ എന്തിനാ തിരിച്ചു വന്നേന്നാ ഞങ്ങൾക്ക് അറിയില്ല. എപ്പൊ നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നോ, ഇനി ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. നീ ഇനി അവരെ പോയി കാണും, കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാൽ പല്ലടിച്ച് താഴെ ഇടും ഞാൻ. ഒന്നുകിൽ ഞങ്ങൾ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് വീട്ടിൽ കഴിഞ്ഞോണം, അല്ലെങ്കിൽ ഇവിടെ നിറങ്ങി പൊയ്ക്കോണം. ഇത് കേട്ട് അകല് പറയുകയാണ്, അവൾ എങ്ങോട്ട് പോകാനാമേ? അവൻ തിരിച്ചു പറഞ്ഞു വിട്ടത് കണ്ടില്ലേ? ഇത് കേട്ട് നീതു ചോദിക്കണ, നീ കണ്ടായിരുന്നോ? എന്റെ ദേഹത്ത് നിങ്ങൾ ആരെങ്കിലും കൈവച്ചാൽ വിവരം അറിയും. ഹരീഷ് വിരട്ടിട്ട് പോയത് കേട്ടില്ലേ? നിങ്ങൾ ഇനി എന്റെ ദേഹത്ത് കൈവച്ചാൽ വിവരം അറിയും. ഇത് കേട്ട് നീതുവിനെ തല്ലേ അമ്മ ചോദിക്കുന്നു, ദേഹത്ത് കൈവച്ചാൽ നീ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് ഇവിടെ കഴിഞ്ഞോണം. പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊല്ലും. ഇത് കേട്ട് അഖിൽ പറയുകണ, അമ്മ ഇവളുടെ കൈയും കാലും തല്ലി ഒടിച്ച് കൊട്ടലിൽ കിടത്തണം. പിന്നെ എങ്ങനെ ഇവള് അവനെ കാണാൻ പോകുന്നത്? അവൾക്കുള്ളത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് അഖിൽ അകത്തേക്ക് പോകുമ്പോൾ പോടാന്ന് പറഞ്ഞ് റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് നീതു. വാതിലിൽ തട്ടി അഖിൽ ബഹളം വെക്കുമ്പോൾ അഖിലിനെ തടയുകയാണ് അമ്മ. അമ്മ അവളെ വെറുതെ വിടുകയാണോന്ന് അഖിൽ ചോദിക്കുമ്പോൾ അമ്മ പറയണ, ആരാടാ പറഞ്ഞത് ഞാൻ അവളെ വെറുതെ വിടുമെന്ന്? എത്ര നേരം അവളെ അകത്തിരിക്കും? അവള് പുറത്തോട്ട് ഇറങ്ങട്ടെ. നീ പറഞ്ഞതുപോലെ കൈയും കാലും ഒടിച്ച് അവളെ വീട്ടിൽ തന്നെ ഇരുത്താം. പിന്നെ ഇവളെങ്ങനെ പുറത്തു പോകും? അവനെ കാണാൻ പോകുന്നൊക്കെ എനിക്കൊന്ന് കാണണം. അവള് പുറത്തേക്ക് ഇറങ്ങി വരട്ടെന്ന് പറഞ്ഞ് അവർ ദേഷ്യത്തോടു കൂടി വാതിലിന്റെ അരികിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ഹരീഷ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്താ തനിച്ചു വരുന്നത്? ആ പെണ്ണെവിടെ? നീ അവളെ എവിടെ കൊണ്ട് കളഞ്ഞു? നിനക്ക് വിവരമില്ലേ? നീ അവളെ എവിടെ കൊണ്ട് വിട്ടു? ഹരീഷ് ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഇങ്ങനെ നോക്കി പേടിപ്പിച്ചാൽ മതി, മറുപടി പറയരുത്. അകത്തേക്ക് കയറി വന്ന ഹരീഷിനോട് സുഭാഷ് ചോദിക്കുന്നു, എടാ നീതു എവിടെ? അപ്പൊ ഹരീഷ് പറയണ, ഞാൻ അവളെ അവളുടെ വീട്ടിലാക്കി. ഞെട്ടി സുധീഷ് ചോദിക്കുന്നു, നീ എന്തായി ചെയ്തത്? വീട്ടിൽ കൊണ്ട് വിട്ടെന്നോ? അപ്പൊ സുഭാഷ് ചോദിക്കണ, നീ എന്താടേ ചെയ്ത്? കല്യാണം കഴിക്കാനായിരുന്നെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നല്ലോ. നീ എന്തിനാ അവളെ അവളുടെ വീട്ടിലാക്കിയത്? നിധി പറയുന്നു, നീതുവിനെ അവളുടെ അമ്മയും ചേട്ടനും ഒരുപാട് തല്ലുന്നുണ്ടെന്നാ പറഞ്ഞത്. വീണ്ടും അവളെ ആ വീട്ടിലാക്കിയത് ശരിയാകുമോ? സുഭാഷ് ചോദിക്കുന്നു, എന്താണ് മിണ്ടാൻ നിൽക്കുന്നത്? എന്തിനാ നീ നീതുവിനെ അവളുടെ വീട്ടിലാക്കിയത്? അപ്പൊ ഹരീഷ് പറയണ, സുഭാഷേട്ടാ ഞങ്ങൾ സംസാരിച്ച ഒരു തീരുമാനം എടുത്തതാണ്. തൽക്കാലം അവൾ അവളുടെ വീട്ടിലും ഞാൻ ഇവിടെയും താമസിക്കുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. ഞാൻ അവളെ അവളുടെ വീട്ടിലാക്കി അവരോട് സംസാരിച്ചിട്ടാ വന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ എന്നെ വിളിക്കും. ഇത് കേട്ട് സുധീഷ് പറയണ, നീതുവിന്റെ കയ്യിൽ ഫോണില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയണ, ഞാനൊരു ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവൾ എന്നെ ഫോൺ വിളിച്ചറിയിക്കും. സുധീഷ് പറയണ, അവിടെ താമസിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നീതു ഇങ്ങോട്ടേക്ക് വന്നത്? ഇനിയും വീട്ടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞതല്ലേ? ഇങ്ങനെ തിരിച്ച് വീട്ടിലാക്കിയത് ശരിയാണോ? വിവരമില്ലട നിനക്ക്. അവിടെ ചേട്ടനാണെങ്കിൽ ഭ്രാന്തനാ, അവൻ വെറുതെ ഇരിക്കില്ല. അപ്പൊ സുഭാഷ് പറയണ, അതേടാ ധൃതി പിടിച്ച് ഓരോന്നും ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഹരീഷ് പറയണ, ഇല്ല സുഭാഷേട്ടാ ഞങ്ങള് നന്നായി സംസാരിച്ച ഒരു തീരുമാനം എടുത്തത്. അവള് തന്നെയാ പറഞ്ഞത് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. ഇപ്പൊ അവൾ ഇവിടെ താമസിക്കണമെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടക്കണം. കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല സുഭാഷേട്ടാ. 2-3 വർഷം കഴിയട്ടെ, പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവൾ അത് മനസ്സിലാക്കി. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, ഇപ്പൊ കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചത് നല്ല കാര്യം. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടിയെ വീണ്ടും തിരിച്ച് ആ വീട്ടിലേക്ക് ആക്കണ്ടായിരുന്നു. അവളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ആ വീട്ടുകാർക്ക് അവളോട് നല്ല ദേഷ്യം കാണും. അവരവളെ തല്ലില്ലേ? അപ്പൊ ഹരീഷ് പറയണ, ഇല്ല സുഭാഷേട്ടാ ഈ തീരുമാനം എടുത്ത്
എടുത്തത് നീതു തന്നെയാ. അവൾ തന്നെയാ പറഞ്ഞത് വീട്ടിലേക്ക് തിരിച്ചു പോകാന്ന്. അവള് ദേഷ്യത്തിലൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യവും ഞാൻ അവളോട് ചോദിച്ചു. എന്റെ വീട്ടുകാരെ പറ്റി എനിക്കറിയാം. ഞാൻ അവരെ ഒതുക്കി നിർത്തിക്കോളാന്ന് പറഞ്ഞ അവള് പോയത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവള് ഫോൺ വിളിക്കും. വീട്ടുകാരറിയാതെ ഒളിപ്പിച്ചു വെക്കുക ഫോൺ. പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അങ്ങനെ ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയണ ഇവനെന്താ ഇങ്ങനെ പറയുന്നത്? അവര് നീതുവിനെ തല്ലിയാലോ? നീതുവിന് ഫോൺ വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മാജിക് കാണിച്ച് ഇവിടെ ഇരുന്ന് അവൻ അവിടെ നടന്നത് മനസ്സിലാക്കുവോ? ഇത് കേട്ട് നിധി പറയുകയാണ് ഹരീഷ് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയല്ലേ പറഞ്ഞത്. നന്നായി ആലോചിച്ചായിരിക്കും അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ സുഭാഷ് പറയണ പാവം നീതു, അവൾ എങ്ങനെ അവിടെ കഴിയും? തുടർന്ന് ഹരീഷുമായി ഫോണിൽ സംസാരിക്കുകയാണ് സുധീഷ്. അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നോ ഹരീഷ് എന്താ പറഞ്ഞത്? നീതുവിന് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ സുധീഷ് പറയണ ഇപ്പൊ പ്രശ്നമില്ലെന്നാ പറഞ്ഞേ. അവൻ നീതുവിനെ വിളിച്ചായിരുന്നു. അപ്പൊ നിധി പറയണ എനിക്ക് ഹരീഷിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീതു ഹരീഷിനെ മതിയെന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങി വന്നതാ. ഹരീഷ് നീതുവിനെയും കൂട്ടി പോയി തനിച്ച് സംസാരിച്ചിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് വിചാരിച്ചപ്പോൾ ഹരീഷ് നീതുവിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ഡിസിഷനും ഹരീഷ് തന്നെ എടുക്കുന്നത് നന്നായിട്ടുണ്ട്. പക്ഷെ പാവം നീതു എന്തിനാ വീണ്ടും ഹരീഷ് നീതുവിനെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. കല്യാണം എന്നുള്ള ഓപ്ഷൻ ഹരീഷിന് മുന്നിൽ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും ആ ഓപ്ഷൻ അല്ലേ ചൂസ് ചെയ്യൂ. അപ്പൊ ഹരീഷ് പറയുകയാണ് നിധി ഹരീഷിന് നീതുവിനെ തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കാൻ ഇഷ്ടമല്ലായിരുന്നു. കല്യാണം കഴിക്കാതെ നീതുവിനെ ഇവിടെ താമസിപ്പിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ നിധി പറയുകയാണ് വേണമെങ്കിൽ ഹരീഷിന് നീതുവിനെ കല്യാണം കഴിക്കായിരുന്നല്ലോ. സുധീഷ് ആയിരുന്നെങ്കിൽ ഇപ്പൊ കല്യാണം എന്നുള്ള ഓപ്ഷൻ അല്ലേ തിരഞ്ഞെടുക്കൂ. ഏതിക്കിട്ട് സുധീഷ് പറയുന്നു അതെ നിധി ഞാനായിരുന്നെങ്കിൽ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഹരീഷ് സുധീഷ് അല്ലല്ലോ. അവൻ എന്തുകൊണ്ടാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞെന്ന് നിധിക്ക് അറിയാമോ? അവന് കല്യാണം കഴിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാത്തത് കൊണ്ട് അവനിപ്പം കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കാൻ വയ്യാന്നാ പറഞ്ഞത്. ഏതിക്കിട്ട് നിധി പറയണ ഇത് തന്നെയായിരിക്കും കാരണമെന്ന് ഞാനും ചിന്തിച്ചു. അപ്പൊ സുധീഷ് പറയണ നിധിക്ക് ബുദ്ധിയുണ്ടല്ലോ. ഇത്രയ്ക്കൊക്കെ ബുദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതിക്കിട്ട് നിധി പറയണ ഞാൻ ഒരുപാട് കാര്യത്തില് ബുദ്ധിയില്ലായ്മകൾ ചെയ്തിട്ടുണ്ട്. ട്യൂബ്ലൈറ്റ് ആയിരുന്നു. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയണ ടോപ്പിക്ക് മാറിയല്ലോ. അങ്ങനെ സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാതെ അവൻ കല്യാണം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തില. സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് അനിയന്മാരെല്ലാവരും കല്യാണം കഴിച്ചാൽ പിന്നീട് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കില്ല എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. ഹരീഷ് പറഞ്ഞത് ശരിയല്ലേന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ് അവന് വേണ്ടി ഒരു പെണ്ണ് വീട് വിട്ട് ഇറങ്ങി വന്നതാ. അപ്പൊ പോലും അവൻ അവന്റെ സുഭാഷ് ഏട്ടനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഹരീഷ് നല്ലവനാ. ഞാൻ പോലും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. നീതുവിന്റെ ഫോൺ അവര് ഇറങ്ങി പൊട്ടിച്ചു. അതുകൊണ്ട് പുതിയൊരു ഫോൺ വാങ്ങിക്കൊടുത്ത് നീതുവിനെ വീട്ടിലാക്കിയിട്ട് അവൻ വന്നത്. ഇവൻ ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് കേട്ട് നിധി പറയണ ഹരീഷ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാ നീതുവിന് ഹരീഷിനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ നീതു ഹരീഷിന് വേണ്ടി വീട് വിട്ട് ഇറങ്ങി വന്നത്. പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉത്തരവാദിത്വവും സ്നേഹവും ഉള്ള പുരുഷന്മാരെ ഇഷ്ടമാണ്. അതുകൊണ്ടാ നീതു ഹരീഷിനെ മതിയെന്ന് പറഞ്ഞു നിൽക്കുന്നത്. ഇത് കേട്ട് സുധീഷ് പറയണ അതെ ഹരീഷ് സുഭാഷിനെ കുറിച്ച് മാത്രം ചിന്തിച്ചപ്പോൾ ഞാൻ നീതുവിന് വേണ്ടി കൂടി ചിന്തിച്ചു. അതിന് എന്നെ അഭിനന്ദിക്കാം. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കണ എന്താ നിധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. സുധീഷ് പറയണ ഹരീഷിനെ കുറിച്ച് എന്നോട് നല്ലത് പറയുന്നത് പോലെ എന്നെ കുറിച്ച് ആരോടെങ്കിലും നല്ലത് പറയുമായിരിക്കോ? എന്നെ കുറിച്ച് എന്ത് നല്ലത് പറയാനാ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? തുടർന്ന് നീതു റൂമിന് പുറത്തേക്ക് വരാതെ ടെൻഷനോടുകൂടി അകത്ത് തന്നെ ഇരിക്കുകയാണ്. ഒരു വലിയ തടിക്കഷ്ണവുമായി പുറത്ത് നിൽക്കുന്ന അഖിൽ പറയണ പുറത്തിറങ്ങി വാടി. ഭക്ഷണവും വെള്ളമില്ലാതെ നീ എത്ര നാൾ അതിനകത്ത് ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എപ്പോഴാണെങ്കിലും നീ പുറത്തിറങ്ങുമല്ലോ. കഥക് തുറക്കടി. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് ചന്ദ്രൻ പറയുന്നു ആരാണെന്നറിയില്ല, ചെന്ന് വാതിൽ തുറക്ക്. അങ്ങനെ അഖിലിന്റെ കയ്യിൽ നിന്നും തടിക്കഷ്ണം വാങ്ങിച്ച് മാറ്റി വെക്കുകയാണ് ചന്ദ്രൻ. അമ്മ വാതിൽ തുറക്കുമ്പോൾ പോലീസുകാർ അകത്തേക്ക് കയറി വരികയാണ്. അവരെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കുന്നു ആരാ നീതു? ചന്ദ്രൻ പറയുകയാണ് എന്റെ മകളാ നീതു, അവൾ അകത്തുണ്ട്. എന്ത് പ്രശ്നം? ഇവരാരാണെന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ ചന്ദ്രൻ പറയുന്നു ഇത് നീതുവിന്റെ അമ്മ ചേട്ടൻ. എന്തു പറ്റി മേഡം? നീതു എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഉറക്ക കരഞ്ഞുകൊണ്ട് അമ്മ പറയുകയാണ് ഇടി മഹാഭാവി, നിന്റെ പോലീസുകാർ അന്വേഷിച്ച് വരാൻ തക്ക രീതിയിൽ എന്ത് പാപാടി നീ ചെയ്തേ? എന്റെ ഭഗവാനെ. ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി പോലീസ് ഓഫീസർ പറയുന്നു മിണ്ടരുത്, നീതുവിനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ. അമ്മ ഉറക്കെ പറയുന്നു എടി നീതു പുറത്തേക്ക് ഇറങ്ങി വാടി, നിന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നിരിക്കുന്നു. ഇത് കേട്ട് നീതു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നു എന്താ നീതു, നിന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നിരിക്കുന്നു, നീ എന്ത് തെറ്റാ ചെയ്തേ? പോലീസ് ഓഫീസർ ചോദിക്കുന്നു നീതു ആണോ ഞങ്ങളെ വിളിച്ചേ? അപ്പൊ നീതു പറയണ അതെ മേഡം, ഞാനാ നിങ്ങളെ വിളിച്ച് കംപ്ലൈന്റ് തന്നത്. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. പോലീസ് ഓഫീസർ ചോദിക്കുന്നു ഇവരാണോ അത്? അതെ മേഡം എന്ന് നീതു പറയുമ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്യുകയാണോ? അപ്പൊ നീതുവിന്റെ അമ്മ പറയുന്നു മേഡം ഞങ്ങൾ എന്തിനാ ഇവളെ ടോർച്ചർ ചെയ്യുന്നത്? ഇവള് ഞങ്ങളുടെ മകളാണ്. അപ്പോഴെ പോലീസ് ഓഫീസർ പറയുന്നു നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ടോർച്ചർ ചെയ്യുകയാണെന്ന് പറഞ്ഞ് നീതു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ടെൻഷനോടുകൂടി അഖിൽ പറയണം മേഡം അങ്ങനെയൊന്നുമില്ല, ഇവളെന്റെ പെങ്ങളാ, ഞങ്ങൾ എന്തിനാ ഇവളെ ദ്രോഹിക്കുന്നത്? അപ്പൊ നീതു പറയണം മേഡം ഇവരെല്ലാവരും അഭിനയിക്കുക. ഇപ്പൊ പോലും ഞാൻ കഥ കടച്ച് റൂമിനകത്ത് ഇരുന്നത് എന്തിനാണെന്നറിയോ? പുറത്തിറങ്ങി വന്നാൽ കൈ ഒടിക്കും കാലൊടിക്കും എന്ന് പറഞ്ഞ് വിരട്ടുകയായിരുന്നു എന്റെ ചേട്ടനും അമ്മയും. ഇത് കേട്ടവർ ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ നീതു പറയണം ഞാൻ ഇവരെ പേടിച്ച റൂമിനകത്ത് ഇരിക്കുകയായിരുന്നു. എന്നെ ഇവരെ ഒരുപാട് തല്ലുന്നുണ്ട് മേഡം,
ദേ ഈ നിൽക്കുന്ന ഇവൻ എന്നെ മാടിനെ തല്ലുന്നത് പോലെ തല്ലുന്നത്. ദേഷ്യത്തോടു കൂടി അരികിലേക്ക് വന്ന് അഖിൽ ചോദിക്കുന്നു, എടി ഞാൻ നിന്നെ തല്ലിയോടി? അപ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, നിർത്തട, ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിയെ തല്ലാൻ പോവുകയാണോ നീ? നിന്റെ പേരെന്താ? അപ്പോൾ അഖിൽ പറയണ, എന്റെ പേര് അഖിൽ, നീതുന്റെ ചേട്ടനാ. നിന്റെ ജോലി എന്താന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ അഖിൽ പറയണ, ജോലി ഇല്ല മാഡം, ജോലി അന്വേഷിക്കുക. ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയുകയാണ്, ജോലിയും കൂലിയില്ലാതെ വീട്ടിലിരുന്ന് പെങ്ങളെ തല്ലുകയാണോ? എന്നെ പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഈ കുട്ടി ഒരു കംപ്ലൈന്റ് തന്നാൽ കേസെടുത്ത് ഞാൻ നിന്നെ അകത്താക്കും. മിനിമം 7 വർഷം നീ പുറം ലോകം കാണില്ല. അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മകളെ തല്ലുന്നത്? നിങ്ങളുടെ അച്ഛനല്ലേ? ഭാര്യയും മകനും മകളെ തല്ലുന്നത് കണ്ട് നോക്കി നിൽക്കുകയാണോ? അപ്പൊ നീതു പറയുകയാണ്, ഇവർ അച്ഛനെ കൊണ്ട് സംസാരിക്കാൻ പോലും അനുവദിക്കില്ല. എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ സംസാരിച്ചാലും അച്ഛനെ വഴക്ക് പറഞ്ഞ് എന്നെ ഇവര് തല്ലും. പോലീസ് ഓഫീസർ ചോദിക്കുന്നു, ഇവരൊക്കെ കുട്ടിയെ തല്ലാനുള്ള കാരണം എന്താണ്? എന്താ ഇവിടുത്തെ പ്രശ്നം? നീതു ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, കുട്ടി പേടിക്കണ്ട, പറ. അപ്പൊ നീതു പറയുകയാണ്, മാഡം എനിക്കൊരു പയ്യനെ ഇഷ്ടമാ. ആ ബന്ധം ഇവർക്ക് ഇഷ്ടമല്ല, അതിന്റെ പേരിലാണ് എന്നെ തല്ലുന്നത്. ഇത് കേട്ട് അമ്മ പറയുകയാണ്, മാഡം അതൊരു മാനം കെട്ട കുടുംബം. ആ കുടുംബത്തിലെ ഒരു പയ്യനെ പോയി പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റുമോ? ഇന്ന് രാവിലെ പോലും അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി വീട് വിട്ട് ഇറങ്ങി പോയതാ. അവനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവള് കേൾക്കില്ല. ഇത് കേട്ട് നീതു പറയുകയാണ്, മാഡം ഞാൻ ഹരീഷിനെ പ്രേമിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വീട് വിട്ട് ഇറങ്ങി പോയിട്ടൊന്നുമില്ല. ഞാൻ കല്യാണം കഴിച്ചില്ല. ഞാൻ പഠിക്കുന്ന കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ സ്നേഹിക്കുന്ന ആൾ ഇപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2-3 വർഷത്തിന് ശേഷമേ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഞാൻ അവനെ പ്രണയിക്കുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. ആ ബന്ധവുമായി മുന്നോട്ട് പോയാൽ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഡം. ഞാൻ ആ പയ്യന്റെ വീട്ടിലേക്ക് പോവുകയോ ആ പയ്യൻ ഈ വീട്ടിലേക്ക് വരികയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആ പയ്യനെ ഇഷ്ടം. ഞാൻ അയാളെ പ്രണയിക്കുന്നു, അവനും എന്നെ പ്രണയിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനുവേണ്ടിയാ ഇവരെന്നെ ഇങ്ങനെ തല്ലുന്നത്. നോക്കൂ മാഡം, എന്നെ തല്ലിയതാ ഇവർ. അങ്ങനെ കയ്യിലെ പാടൊക്കെ കാണിക്കുകയാണ് നീതു. കരഞ്ഞോണ്ട് നീതു പറയുന്നു, എനിക്കിനി വയ്യ മാഡം. ദേ ഈ നിൽക്കുന്ന തടിമാടൻ ചേട്ടൻ എപ്പോ നോക്കിയാലും എന്നെ കൊല്ലുമെന്ന് പറയും. ഇവന്റെ അടി കൊണ്ട് ഞാൻ ഒരു ദിവസം ചാകുമെന്നാ തോന്നുന്നേ. ഇവരുടെ കയ്യിൽ നിന്നും മാഡം എന്നെ രക്ഷിക്കണം. മാഡം ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ കൊന്നേനെ. എന്റെ ജീവന് ഇവിടെ ഒരു സുരക്ഷിതത്വം ഇല്ല മാഡം. ഇത് കേട്ട് നീതുവിന്റെ അമ്മ പറയുകയാണ്, മാഡം ഇവള് പറയുന്നത് പച്ചക്കള്ളവാ. ഇവള് പ്രേമിക്കുന്നത് ഒരു റൗഡിയാ. ആ ബന്ധത്തിന് ഞങ്ങൾ സമ്മതിക്കണോ മാഡം? മാഡം തന്നെ പറ. ആ ബന്ധവുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞ വിലക്കാനല്ലേ പറ്റൂ. ഇത് കേട്ട് നീതു ചോദിക്കണ, ഞാൻ എന്താ അവന്റെ കൂടെ ഒളിച്ചോടി പോയോ? ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഒരുപാട് പഠിക്കണം, അതിനുശേഷം നല്ലൊരു ജോലിക്ക് പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാൻ അവനെ പ്രേമിക്കുന്നത് ഒരു കാരണമായി പറഞ്ഞ് ഇവരെന്നെ തല്ലുക. വീട് വിട്ടു പോണമെന്ന് പറയുന്നു. ഞാൻ എവിടെ പോകാനാ മാഡം? ഇതല്ലേ എന്റെ വീട്. ഞാൻ എന്തിനാ ഈ വീട് വിട്ടു പോകുന്നത്? ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയുകയാണ്, ഈ കുട്ടി പറയുന്നതിലും കാര്യമില്ലേ? ആ കുട്ടി പഠിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. ആ പയ്യനെ കല്യാണം കഴിച്ചു പോകാനൊന്നും അല്ലല്ലോ. ഇങ്ങനെയുള്ള ഈ കുട്ടിയെ തല്ലാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഈ വീട്ടിൽ താമസിച്ചാൽ അവളുടെ ജീവന് തന്നെ ആപത്തുണ്ടെന്ന് ഈ കുട്ടി ഭയക്കുന്നുണ്ട്. ഈ കുട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിട്ടേൺ കംപ്ലൈന്റ് ആയി എഴുതി തന്നാൽ നിങ്ങൾ 3 പേരും അകത്ത് കിടക്കും. എന്താ നിങ്ങളെ അകത്താക്കട്ടെ? 5 വർഷം കോർട്ട് കേസ് എന്ന് പറഞ്ഞ് കയറി ഇറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. ഇനി ഈ പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചാൽ പിന്നെ കമ്പി എണ്ണേണ്ടി വരും. മനസ്സിലായോ? ഞാൻ ഡെയിലി വന്ന് അന്വേഷിക്കും. ഈ കുട്ടിയുടെ ദേഹത്ത് ഒരു ചെറിയ അടിയുടെ പാട് മതി. 3 എണ്ണത്തിനെ ഞാൻ അകത്താക്കും. പോയി ഒരു പേപ്പറും പേനയും എടുത്തോണ്ട് വാ. ഇത് കേട്ട് നീതു അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, മോൾ ഇവിടെ നിൽക്കുക. എടാ നീ പോയി എടുത്തോണ്ട് വാടാ. അഖില പേപ്പറും പേനയും എടുത്തോണ്ട് വരുമ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കുന്നു, എഴുതാനും വായിക്കാനും അറിയാലോ? അറിയാമെന്ന് അഖിൽ പറയുമ്പോൾ പോലീസ് ഓഫീസർ പറയുകയാണ്, ഞാൻ പറയുന്നത് അങ്ങോട്ട് എഴുതണം. നിന്റെ പേര് അഖിലെന്നല്ലേ? അതേന്ന് അഖിൽ പറയുമ്പോൾ പോലീസ് ഓഫീസർ പറയുകയാണ്, എഴുത്. എന്റെ പേര് അഖിൽ. എന്റെ പെങ്ങൾ നീതുവിനെ ഇനി ഞാൻ ഏത് സാഹചര്യത്തിലും തല്ലില്ല, വഴക്ക് പറയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യില്ല. ഇത് കേട്ട് അഖിൽ നീതുവിനെ നോക്കുമ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കുന്നു, എന്താ അങ്ങോട്ട് നോക്കുന്നത്? എഴുത്. അഖിൽ അത് എഴുതുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, നിങ്ങൾ അതിൽ ഒപ്പിട്. വളരെ ദേഷ്യത്തോടു കൂടി നീതുവിനെ ഒന്ന് നോക്കിയിട്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് അമ്മ. ചന്ദ്രനെ കൊണ്ടും അഖിലിനെ കൊണ്ടും അതിൽ ഒപ്പിടിപ്പിക്കുകയാണ്. അത് വാങ്ങി പോലീസ് ഓഫീസർ പറയുന്നു, എഴുതി സൈൻ ചെയ്തിരിക്കുകയാണ്, പറഞ്ഞതുപോലെ ചെയ്യണം. ഇനി ഈ കുട്ടിയുടെ ദേഹത്ത് കൈവച്ചാൽ ഈ കുട്ടിയെ കൊണ്ടൊരു കംപ്ലൈന്റ് എഴുതിപ്പിച്ച് നിങ്ങളെ 3 പേരെയും ഞാൻ അകത്താക്കും. മനസ്സിലായോ? മനസ്സിലായി എന്ന് പറഞ്ഞ് അവരെല്ലാവരും തലയാട്ടുകയാണ്. പോലീസ് ഓഫീസർ പറയുന്നു, നോക്ക്, ഇനി ഇവിടെയുള്ള ആരെങ്കിലും കുട്ടിയെ വഴക്ക് പറയുകയാണെങ്കിൽ പോലും എന്നെ ഫോൺ ചെയ്യണം. എന്റെ നമ്പർ നോട്ട് ചെയ്തോ. അങ്ങനെ പോലീസ് ഓഫീസർ നീതുവിന് തന്റെ നമ്പർ കൊടുക്കുകയാണ്. താങ്ക് യു മാഡം എന്ന് നീതു പറയുമ്പോൾ പോലീസ് ഓഫീസർ പറയുകയാണ്, ഇനി എന്നെ ഇവിടേക്ക് വരുത്തിക്കരുത്. ഇനി ഞാൻ ഇവിടെ വന്നാൽ നിങ്ങളെ 3 പേരെയും ഞാൻ അകത്തിട്ടിട്ടേ സംസാരിക്കും. ശരി നീതു. താങ്ക് യു മാഡം എന്ന് പറഞ്ഞ് നീതു അവരുടെ പിന്നാലെ പോവുകയാണ്. അഖിലും അച്ഛനും അമ്മയും ടെൻഷനോട് കൂടി നിൽക്കുന്നു. തുടർന്ന് അഖിലിന്റെ അരികിലേക്ക് വന്ന നീതു പറയുന്നു, ഇനി എന്റെ ദേഹത്ത് കൈവയ്ക്കടാ. നിനക്ക് എന്റെ കൈയും കാലും തല്ലി ഓടിക്കണ്ടേ? എന്നെ അടിക്കാൻ നീ കൈ ഉയർത്തിയാ മതി. പോലീസുകാർ ഇവിടെ എത്തും. പിന്നെ നീ ജയിലില്ല. അച്ഛന്റെ പേരിൽ എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. പക്ഷെ ഹരീഷിന്റെ കടയിൽ പോയി വെറുതെ അവനെ വിരട്ടരുത്. ഇത് കിട്ട് ഭയത്തോടു കൂടി തലയാട്ടുകയാണ് ചന്ദ്രൻ. അമ്മയുടെ അരികിലേക്ക് വന്ന് നീതു ചോദിക്കുന്നു, എന്താ നോക്കുന്നത്? വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയാൻ ഞാൻ എങ്ങോട്ട് ഇറങ്ങിപ്പോകാനാ? എന്നെ നിങ്ങളല്ല പ്രസവിച്ച്. നിങ്ങൾ തന്നെ വേണ്ടേ എന്നെ സുരക്ഷിതമായി നോക്കാൻ? എന്നെ ശല്യം ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശല്യം
ചെയ്യില്ല, മനസ്സിലായോ? തുടർന്ന് അടുക്കളയിലേക്ക് വന്ന നീതു ഭക്ഷണം എടുത്ത് അവരുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കുകയാണ്. ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ നീതു ചുമക്കുകയാണ്. നീതു അഖിലിനോട് ചോദിക്കുന്നു, ചുമക്കുന്നത് കേട്ടില്ലേ? കണ്ടോണ്ട് നിൽക്കുകയാണ്, പോയി വെള്ളം എടുത്തോണ്ട് വാ. ഇത് കേട്ട് അഖിൽ അമ്മയെ നോക്കുമ്പോൾ അമ്മ പറയണ, പോയി എടുത്തോണ്ട് വാടാ. അഖില് വെള്ളം കൊടുക്കുമ്പോൾ അത് കുടിച്ച് നീതു പറയുന്നു, നാളെ മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണം ഇവിടെ ഉണ്ടാക്കാൻ. എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഇത് കേട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് ഹരീഷിന്റെ കടയിലേക്ക് വന്ന നീതു ഇക്കാര്യമെല്ലാം ഹരീഷിനോടും ടിറ്റോടും ചന്തുവിനോടും പറയുകയാണ്. എല്ലാം കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അവർ. തുടർന്ന് നീതു പറയുന്നു, ഹരീഷ് നീ വിഷമിക്കണ്ട, ഞാൻ എത്ര കാലം വേണമെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരിക്കാം. നിന്റെ സുഭാഷേട്ടന്റെയും നികേഷിന്റെയും ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി നമ്മുടെ കല്യാണം. എനിക്ക് ഓക്കെ, ഇനി എനിക്ക് എന്റെ വീട്ടിൽ ഒരു പ്രശ്നമില്ല. ശരിയെന്ന് പറഞ്ഞ പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് ഹരീഷ്. നീതു വളരെ സന്തോഷത്തോടുകൂടി ഹരീഷിനോട് സംസാരിക്കുകയാണ്. ഹരീഷ് സ്നേഹത്തോടുകൂടി നീതുവിനെ തന്നെ നോക്കിയിരിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്